ഗൈസ് അപ്പൊ ഞാൻ വന്നേക്കണ്ടു ഒല്ലി റെഡ് കളർ ചാലഞ്ച് വെച്ചാണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും നമ്മള് ഒല്ലി റെഡ് കളർ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഒറ്റ കളിക്കുന്നത് നമ്മുടെ കൂടെ നമ്മുടെ ടീമേറ്റും കൂടി ഉണ്ട് കളിക്കുക. പക്ഷെ ടീമേറ്റ് റെഡ് കളറൊന്നുണ്ടല്ല. അപ്പൊ നിങ്ങൾക്ക് പറയാ വേണമെങ്കിൽ ടീമേറ്റ് റെഡ് കളർ ഇടാം. പിന്നെ അടുത്തത് എന്റെ ചാലഞ്ച് വേണമെന്ന് ഇപ്പൊ തന്നെ വേണമെങ്കിൽ കമന്റ് ഇട്ട് വെച്ചു. പിന്നെ ഫ്രീ റെഡിങ് കൂടെ ഒക്കെ തന്നെയല്ലേ ഗൈസ്. അപ്പോൾ ഒരു ലൈക്കൊക്കെ ആവാ ഗൈസ്. പിന്നെ ഫ്രീ റെഡിങ് കൂടെ ആപ്പൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ട് തന്നെയല്ലേ ഗൈസ്. അപ്പോൾ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, ഒരു ഷെയർ ഒക്കെ ആവാ ഗൈസ് പ്ലീസ്. അപ്പം അല്ലേ നമുക്ക് ആദ്യമൊന്നും പറയണം, നമുക്ക് നേരെ വീഡിയോ എടുക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇടാൻ പോകുന്നത് ഇത് കോമൺ തിങ് ഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് നേരെ വാൾട്ടിലേക്ക് പോവാം. വാൾട്ടിലാണല്ലോ നമ്മുടെ ഡ്രസ്സ് കാര്യം കളിക്കുന്നത്. പിന്നെ നമ്മൾ ഡ്രസ്സും കണ്ണ് മാത്രമേ എക്യൂപ്പ് ചെയ്യാനുള്ളൂ, ബാക്കിയൊന്നും എക്യൂപ്പ് ചെയ്യാനുള്ള. അപ്പോൾ നമുക്ക് നേരെ വാൾട്ടിലേക്ക് പോയി ഡ്രസ്സ് ഇടാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ആദ്യം തന്നെ നോക്കുന്നത് ഹാറ്റാണ്. ഹാറ്റിൽ ഇപ്പം എന്താ ഉള്ളേ നോക്കാം. ഒരു റെഡ് കളറുണ്ട്. നമുക്ക് ഇത് ഡൗൺലോഡ് ആക്കാം. പിന്നെ നമുക്ക് കണ്ണാടി ഉണ്ട്. ഞാൻ അടിയിലേക്ക് നോക്കട്ടെ, ഒന്നുമില്ല. അപ്പം കണ്ണാടിയിലേക്ക് വരുമ്പോൾ എന്താ റെഡായിട്ടുള്ളത്, ഇത് മാസ്ക് ഉണ്ട്. മാസ്ക് ഇട്ടാൽ മതിയില്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഇതുണ്ട് തൽക്കാലം ഇപ്പം ഇത് തന്നെ ഇടാം. മാസ്ക് വേണോ? വേണ്ട, തന്നെ ഇടാം. പിന്നെ അടുത്തത് നമുക്ക് ഇതുണ്ട്. പിന്നെ ഇപ്പുറത്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഒരുത്തുണ്ട്, അതിട്ടാലേ അതായിരിക്കും നല്ലത്, കുറച്ചും കൂടി ബെറ്റർ അതായിരിക്കും. ഡ്രസ്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഇതുണ്ട്. ഇത് മറ്റേ നല്ലോണം ഗ്ലോ ആവുന്നുണ്ട്. പിന്നെ ജിറായിൻ്റെ വണ്ടിയിലുണ്ട്. പിന്നെ അതുണ്ടാവുള്ളൂ, അവിടെ ആക്കിയിട്ടില്ല. അതാണ് ഏറ്റവും സീൻ. അടിയിലേക്ക് പോകുമ്പോൾ ഇതിട്ടാല, പക്ഷെ അധികം റെഡില്ല. അത് അടിയിലേക്ക് ഇതുള്ള ഇതിൻ്റെ ബാക്കിയുള്ള റെഡ്. ഇത് നല്ല റെഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് പാൻറ്റിലേക്ക് പോവാം. പാൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇതുണ്ട്. ഇതില്ലാണ്ട് വേറെ എന്തല്ലേ, വേറെ റെഡില്ല. അപ്പോൾ ഇതിടാം. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ അതേ ആദ്യം തന്നെ ഇടപ്പുണ്ട് നമ്മുടെ റെഡ് ഷൂസ്. പിന്നെ ഇത് കൈസേൻ്റെ മറ്റേ ഇത് ഇടപ്പുണ്ട്. പിന്നെ നമുക്ക് തൽക്കാലം ഇതിടാല്ലേ ഇപ്പം, അത് തന്നെ ഇടാം. പിന്നെ ഇതൊന്നുമില്ല, ഇത് ഫുൾ ബണ്ടില്ല. ഇനി നമുക്ക് കണ്ണിലേക്ക് പോവാം. പക്ഷെ ഞാൻ ഗണ്ണിൻ്റെ ഇത് കാണിക്കുന്നില്ല, കളക്ഷൻ കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈമില്ലായിരുന്നു നമുക്ക്. അപ്പോൾ നേരെ ഗെയിമിലേക്ക് പോവാം. ഗൈസ് എല്ലാവരും സബ് അടിക്കാൻ മറക്കല്ലേ. നമ്മൾ 1K റെവന്യൂ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ വലിയ വലിയ എമൗണ്ട് റെഡിയും കൂടെ ആയിട്ട് ലൈവിലൊക്കെ കൊടുക്കണ്ടായിരിക്കും. അപ്പോൾ എല്ലാം ലൈവിലൊക്കെ മാക്സിമം ജോയിൻ ചെയ്യുക. പിന്നെ എവരി സൺഡേ ഗിൽഡിൽ റെഡിയും കൂടെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടെക്സ്റ്റ് ചെയ്തിട്ടായിരുന്നു. അതിനെക്കുറിച്ച് അധികം പറയണില്ല. നമുക്കിപ്പോൾ എല്ലാം റെഡ് ഇടുന്നുണ്ട്. സർഫ് ബോർഡ് റെഡ് ഇടല്ലേ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീമേറ്റ് റെഡ് ഇടല്ല കേട്ടോ, നമ്മൾ മാത്രം റെഡ് ഇട്ടുള്ളൂ. ടീമേറ്റ് റെഡ് ഇടണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കും. പിന്നെ അടുത്ത എന്ത് കണ്ടൻറ്റ് വേണം, നിങ്ങൾക്ക് എന്താ ശരിക്കും ഫേവറേറ്റ്, അടുത്തത് അപ്ഡേറ്റിനെ കുറിച്ചാണോ, അങ്ങനെ എന്താ ഫേവറേറ്റ് എന്ന് പറ. ഞാൻ അടുത്തത് മാക്സിമം നല്ല നല്ല കണ്ടൻറ്റ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്താ ഉള്ളത്, വെസ്റ്റോ പിന്നെ ഗ്ലൂവിൻ്റെ ഡ്രോണ്. ഇവിടെ എന്താ MP5 ഉണ്ട്. MP5 നമ്മുടെ റെഡ് കളർ മറ്റേ ബുയാ പാസിൽ എന്തൊക്കെണ്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ പ്ലാസ്മൊക്കെ നമുക്ക് റെഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോർമലാണ് എക്യൂപ്പ് ചെയ്തേക്കണം. നമുക്ക് ഓടിച്ചില്ല. അടിയിൽ മിക്കവാറും എനിമി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നേരെ എനിമീൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. എൽ ഷേപ്പൊക്കെ ഇപ്പോൾ പഴയതുപോലെ അല്ല അല്ലേ, കുഴപ്പമില്ല. ഈ ചെക്കൻ എന്നാണിത് ഗ്ലൂഡ് പൂട്ടറ. VSS എടുപ്പുണ്ട്, VSS എടുക്കാം. VSS ബെസ്റ്റ് കണ്ണാണല്ലേ. VSSന് എത്ര ഫാൻസിന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. VSS ബെസ്റ്റ് കണ്ണാണോ, ഇപ്പം നല്ല ഗണ്ണാണോ ആണെന്നുള്ളവർ ലൈക്ക് ചെയ്യുക. അങ്ങനെ ലൈക്ക് കൂട്ടാൻ നോക്കാം. അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യുക. പിന്നെ ഇവിടെ നോക്കണമെങ്കിൽ വലിയ വലിയ ലൂട്ടൊന്നും ഇല്ല. എനിമി വന്നെന്നാൽ ഇവിടെ തോന്നണേ എനിക്ക് ഇവിടെ എന്താ സ്കാർക്കും വേണ്ട. സ്കാർ ഫാൻസ് ആരൊക്കെ ഉണ്ട് ഗൈസ്? ഞാൻ അപ്പോൾ സ്കാറൊന്നും ഉപയോഗിക്കാറില്ല. എന്നാലും നല്ലോണം കളിക്കാറില്ല. ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി എല്ലാം കണ്ടു വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ആദ്യം അറിയാം. ബുള്ളറ്റ് എടുക്കട്ടെ ഇതിൽ. സ്നൈപ്പർ ഗണ്ണോ, നമുക്ക് VSS MP5 വെച്ച് കളിക്കാം തൽക്കാലം. നമുക്ക് ഓടാം. എനിമി നോക്കാം, മേളിൽ എല്ലായിടത്തും എനിമി ഉണ്ടാകും. കാർ ഓടിച്ചാൽ നമുക്ക്
കാറൊക്കെ ഓടിച്ചിട്ട് എത്ര നാളായല്ലേ? ആദ്യം നാളൊന്നും ആയിട്ടില്ല. നമ്മൾ ഓടിച്ചാണ് ഈ അടുത്തൊക്കെ. ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവും. ഫൂട്ടാ ഇവിടെ ഒരു മീൻ അടിച്ചിടാടി. കിട്ടിയടാ മോൻ. എടാ കില്ല്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവൻ്റെ വീട്ടിൽ. എക്സമൈറ്റി ഉണ്ട്. എക്സമൈറ്റി പക്ഷേ വേണ്ട, നമ്മുടെ സ്കിന്നില്ല റെഡ് കളർ എക്സമൈറ്റിൻ്റെ. അപ്പോൾ അതെടുക്കണ്ട, വിട്ടേക്കാം. ചെക്കൻ്റെ കാറിൻ്റെ സ്കിൻ നോക്കി ഏതാ ചെക്കൻ വേറെ ലെവലാണ്. നമുക്ക് ഊച്ചക്കട് ഇങ്ങോട്ട് പറക്കണേ. അല്ലോ ഗൈസ്, നിങ്ങളില്ലേ നമ്മൾ ബുയ അടിക്കോ അതോ ഡിഫീറ്റ് ആവുമെന്ന് ഗസ് ചെയ്യാം. ഇപ്പം തന്നെ മനസ്സിൽ വെച്ചാൽ മതി. കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്ത് ഞാൻ വിറപ്പിക്കണം നിങ്ങളെ. നെക്സ്റ്റ് കണ്ടൻറ്റ് എന്താണെന്ന് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. അതാ ഈ ചെക്കൻ എങ്ങോട്ടാ പോണേ? അല്ലോ സ്ക്രീൻ ബൂസ്റ്റ് കൊല്ലാൻ കൊണ്ടുപോകണോ ഞാൻ? മിക്കവാറും എന്നെ കൊലക്ക് കൊടുക്കും. അതോ ചെക്കൻ എങ്ങോട്ടേക്ക് കൊണ്ടുപോണേ? കൂട്ടാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി ഓടിക്കാറിയില്ല. വലുതാവുമ്പോൾ എന്ത് കാണിക്കാവോ? ഇപ്പം തന്നെ എന്താ കാണിക്കണേ? അല്ലാ അടച്ചോനെ എന്നെ കാത്തോളി. അല്ലാഹു അക്ബർ. അയ്യോ അമ്മേ. അല്ലാ പടമായി. അത് എനിമിയാണ് ഓടണത്. എനിമി അല്ലാന്ന് തോന്നല്ലേ. കാറ് റെഡല്ല, എന്നാലും പിങ്കാണ്. സീനില്ല അല്ലേ? കിണ്ണ സ്കിൻ. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടോ ഗൈസ്? ഈ സ്കിൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇവന് എത്ര പ്രാവശ്യം ബൂസ്റ്റർ ഉണ്ട്? ബൂസ്റ്റ് ഇട്ട് വിറപ്പിക്കാൻ വേണ്ടി. അല്ലാ ജസ്റ്റ് ഗരീനെ രക്ഷിച്ച്. ഗരീനെ ആദ്യമായിട്ട് നമ്മൾ രക്ഷിച്ച്. നമുക്ക് കാർ ഓടിക്കാം ഇനി. നമുക്ക് ബൂസ്റ്റ് 2 സെക്കൻഡിൽ വരുമെന്നാ. ബൂസ്റ്റൊക്കെ എന്താ എൻ്റെ മോനെ, എന്തായാലും കൊള്ളാം ബൂസ്റ്റ്. വെറുതെ ഇട്ട് നോക്കിയാലോ ബൂസ്റ്റ്? കൊള്ളാമോ? എനിക്ക് ഈ ബൂസ്റ്റിനെ കുറിച്ച് അധികം അറിയില്ല. ഞാൻ വണ്ടി ഓടിച്ചിട്ട് കുറേ നാളായി. അപ്പോഴാണ് ബൂസ്റ്റൊക്കെ വന്നത്. ഇതെന്താണിത്? മറ്റേ ബോംബിട്ട് പൊട്ടിച്ചാലാ ആർസലിൻ്റെ അത് പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പക്ഷേ അല്ലോ പൊടിഞ്ഞ പൊട്ടിച്ചേക്കാം എന്തായാലും. കിട്ടില്ല. തോംസൺ എക്സൈസ് വെറുതെ ആത്തറി സീനില്ല. തോംസൺ എടുക്കാമല്ലേ? അല്ലേ വേണ്ട, MP5 എടുക്കാം. MP5 തോംസൺ വേണം. എനിക്ക് ഡൗട്ട് അടിക്കണേ. അയ്യോ എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലുമൊക്കെ എടുക്കാം. എടാ അതിൻ്റെ എഡ്ജ് വരുമ്പോൾ മാത്രം എന്താണ് ഞാൻ ഇങ്ങനെ കുടുങ്ങിപ്പോണേ? ഇവനിക്കെല്ലാം വല്ല ദേഷ്യമുണ്ടോ എൻ്റെ അടുത്ത്? ഗരീനൊക്കെ വല്ല ദേഷ്യമുണ്ടോ? ഈ ആർസനൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് കാണിക്കുമല്ലേ ഇങ്ങനെ, ആ ഡ്രോൺ കാണിക്കുമല്ലേ? എന്തായാലും അത് നല്ലതാണ്, അത് അടിപൊളിയാണ്. ഇനി നമുക്ക് രണ്ടുപേർക്കും കാർ എടുത്തു പോവാം. ഇവൻ്റെ പോലെ പോയാലോ? അല്ലെങ്കിൽ നമുക്ക് പോകണോ? ആരാദ്യം പോവും? ഓടാ. അല്ലാണ്ട് അവൻ്റെ അടി കയറാം. എന്തിനാണ് വെറുതെ ചാവണേ? അല്ലാണ്ടല്ലേ നമുക്ക് നമ്മുടെ വണ്ടി തന്നെ പോവാം. നമ്മൾ സീനാണ്. സ്വന്തമായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ മമ്മൂടീനെ പോലെ സ്പീഡിൽ ഇങ്ങനെ പറപ്പിച്ചൊക്കെ ഇടും. നമ്മൾ ഡ്രൈവറിനെ ഒന്നും നോക്കാറില്ല. നമ്മൾ സ്വന്തമായിട്ട് പറപ്പിച്ചങ്ങോട്ട് വിടും മമ്മൂടിയെ പോലെ. ഇതേപോലെ അങ്ങോട്ട് ബൂസ്റ്റ് അല്ല അമ്മേ ചക്ക്. ഇതേ ചെക്കൻ ഫുഡ് 6 ചെക്കൻ എടുത്ത് തന്നേക്കണേ. അതോ എന്താണോ അതിൻ്റെ കൊലക്ക് കൊടുക്കണാ? മമ്മൂട്ടി ഇങ്ങനെ നമ്മൾ മമ്മൂട്ടിയാണ്. റിവെഞ്ചൊക്കെ എപ്പോഴും ഉണ്ടാവും. നമ്മൾ റിവെഞ്ച് എപ്പോഴും കൊടുക്കും. നമ്മൾ ആരടാ ഇവിടെ? ആരില്ല. എന്തായാലും ഇവിടെ വേണ്ട. ഇവിടെ കുറേ എനിമി ഉണ്ട്. അവിടെ എന്തായാലും പോയി കയറി ചാവും. അതിപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോവാം. എടാ എനിമി എടാ ചെക്ക നിൽക്കടാ. എടാ ഇവിടെ എനിമി ഉണ്ട്. ഇങ്ങോട്ട് വാ. എടാ ചെക്ക. എടാ പോവല്ലേ, ഇങ്ങോട്ട് വാടാ. പിന്നെ ഇങ്ങോട്ടാ പോണേ? ഡ്രോപ്പ് എടുക്കാനാ? എടാ ചെക്ക അവിടെ എനിമിയുണ്ട്. അങ്ങോട്ട് വാ. ഫാക്ടറിയിൽ എനിമിയുണ്ട്. വാ സെറ്റാക്ക വാ. എനിമീനെ പോയി കൊന്നിട്ട് വരാം. വാ. ഇവിടെ അല്ലേ എനിമി ഉണ്ടായത് ഗൈസ്? ഇവിടെ അല്ലേന്നാ? നമുക്ക് റെഡ് കാണിച്ച് പേടിപ്പിക്കാം അവനെ. ഫുൾ റെഡ് കൊടുക്കാം നമുക്ക്. നമുക്ക് ഫുൾ റെഡ് കൊടുക്കാം ഗൈസ്.
അവനിക്ക് ഫുൾ റെഡ് കൊടുക്കാം നമുക്ക്. എവിടാ നീ, എവിടാടാ നീ? എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഞാൻ റവന്യൂ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞാണ് 800 മന്തിലേക്ക് എടുത്തു കൊടുക്കാൻ തയ്ക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കാം ഗൈസ്. പിന്നെ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കാം. നമുക്ക് വ്യൂസിലാണ് കാര്യം ഇരിക്കുന്നത്. നമുക്ക് സബ്ബൊക്കെ ഉണ്ട്, 1K വേണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ സബ് ചെയ്താൽ ലൈവൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് ഫ്രീ റെഡി കൊടുത്തു. അതുമാത്രമല്ല മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കാം. നമുക്ക് വ്യൂസ് കിട്ടുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വരണേ. നമുക്ക് വണ്ടി വിളിച്ച് പറപ്പിച്ചാലാ അതോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റവന്യൂ ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ. ഇതെന്താ എനിമിയാ? പക്ഷെ ഞാൻ ഇവനാണ് അടിച്ചോടിയത്. എനിമിയാണ് ഇവനാണ് അടിച്ചോടിയവനെ. പക്ഷെ ചെക്കനാണ് അടിച്ചോടിയാണ്. അല്ലല്ല എടാ എനിമി കയറിയേക്കണം നമ്മുടെ സ്ഥലത്ത്. ആറാ നമ്മുടെ സ്ഥലത്ത് കയറിയേക്കണേ. ചെക്കനെ നോക്കിട്ടെന്ന് തോന്നി. എവിടെ? ചെക്കനെ നോക്കിട്ട്. എന്തേലാവട്ടെ നമുക്ക്. എടാ 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 പണ്ടത്തെ പോലെ തന്നെ നമ്മളപ്പോൾ എന്തായാലും ചത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മൾ അടുത്ത് എന്ത് ചാലഞ്ച് വേണമെന്ന് പറയാം ഗൈസ്. നമുക്ക് എന്തായാലും അടുത്ത കളി കളിച്ചാൽ വീഡിയോ ഭയങ്കരമായിട്ട് ലോങ് ആവും. അതുകൊണ്ട് നമ്മൾ റെഡ് കളർ ചാലഞ്ച് ഇവിടെ വെച്ച് നമ്മൾ നിർത്തണേണ്. അപ്പോൾ എല്ലാവർക്കും ഹോപ്പ് യു ഗൈസ് ഇഷ്ടപ്പെട്ടു എന്ന്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്കാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ ചെയ്യുക, ലൈവ് കാണുക. ഫ്രീ റൈഡിങ് കോഡ് എവറി സൺഡേ ഗിൽഡ് മെമ്പേഴ്സിന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ബൈ, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ സെറ്റ്.